നല്ല നായർ സദ്യ കഴിക്കാൻ റെഡിയാണോ? നാരായൺ കൃഷ്ണകുമാറിന്റെ മോള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നായർ സദ്യയെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. പെട്ടെന്ന് കമന്റ് ബോക്സിലും ചില സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ മതമോ, ഭക്ഷണത്തിൽ ജാതിയോ? നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? നിങ്ങളുടെ സവർണ്ണ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവർ നായർ സദ്യയെ പറ്റി ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞു പോവാണ്. അപ്പോഴത്തേനും അവരെ മുദ്ര കുത്തി സവർണ്ണ മേധാവിത്വം, സവർണ്ണ മാടമ്പിത്തരം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുദ്ര കുത്താൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത്? രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയത്തില്ലേ ഭക്ഷണത്തിൽ മതമുണ്ട്, ജാതിയുണ്ട്, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഫ്ലേവറിൽ വ്യത്യാസം വരുമെന്നും അറിയാത്തവരൊന്നുമല്ലല്ലോ. നിങ്ങൾ കേരളത്തിൽ തന്നെ ജീവിക്കുന്നേ, അതല്ലാതെ വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ഓരോ ഭക്ഷണത്തിലും മതമുണ്ട്, ജാതിയുണ്ട്, അതിന്റെ ഫ്ലേവറിൽ വ്യത്യാസം വരാറുണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ വേണമെന്നുണ്ടെങ്കിൽ സവർണൻ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ നടക്കാൻ നേരത്ത് ഈഴവ സ്ഥാനാർത്ഥികൾ, മുസ്ലിം സ്ഥാനാർത്ഥികൾ, നായർ സ്ഥാനാർത്ഥികൾ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ, ഓരോ വിഭാഗങ്ങൾക്കും നമ്മുടെ നാട്ടില് മതം, ജാതി പറഞ്ഞ് തന്നെ സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്ന കേരളത്തിൽ തന്നെ അല്ലേ, അല്ലാതെ ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ. ഇനി ഒരു കല്യാണം കഴിക്കാൻ, ഒരു മാട്രിമോണി, നമ്മുടെ മീഡിയ ഒക്കെ വലിയ രീതിയിൽ നമ്മളെ പുരോഗമനം പറയുന്ന ആൾക്കാരാണ്. മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി. ഈ ക്രിസ്ത്യൻ മാട്രിമോണിക്കകത്ത് തന്നെ A to Z സഭകളുണ്ട്, അവർക്കെല്ലാം മാട്രിമോണി ഉണ്ട്. മുസ്ലിംസ് കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ സമസ്ത, സുന്നി പോലുള്ള പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്. ഇവർക്കെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള കല്യാണ മാട്രിമോണികളുണ്ട്. അങ്ങനെ എല്ലായിടങ്ങളിലുള്ള ഒരു സാധനത്തിന്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. പിന്നെ ജാതിയുടെ പേര് പറഞ്ഞ് ബാക്കിയുള്ളവരെ ആക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ജാതി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലും കല്യാണത്തിലും ഭക്ഷണത്തിലും എല്ലായിടത്തും ഉള്ളതാണ്. ആ ഒരു പേര് പറഞ്ഞു എന്നുള്ള പേരിൽ ഒരാളെ ഒറ്റ തിരിഞ്ഞിട്ട് നിങ്ങൾ സവർണ്ണ മേധാവിത്വം എന്നൊക്കെ പറയുന്നത് ചുമ്മാ വെറുതെ പുരോഗമനം പറയാൻ വേണ്ടി ആൾക്കാർ കിടന്ന് കാറും കൂവാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓരോ സ്ഥലം അനുസരിച്ച് ഫുഡിൽ ഫ്ലേവറിൽ വ്യത്യാസം വരുന്നുണ്ട്. ബ്രാഹ്മിൺ ഹോട്ടൽസ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്, അവർ ഉപയോഗിക്കുന്ന ഫ്ലേവേഴ്സിൽ വ്യത്യാസമുണ്ട്. നായർ കല്യാണങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ വിളമ്പുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തെ രീതി അല്ല കാസർകോട്ടെ രീതി അല്ല തൃശ്ശൂരെ രീതി. ഫ്ലേവർ വ്യത്യാസം വരും. ചിലയിടത്തൊക്കെ ഭക്ഷണത്തിൽ മധുരങ്ങൾ വരാറുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഭക്ഷണമുള്ള നാട്ടിലിരുന്നാണ് ഒരു പെൺകുട്ടി നായർ സദ്യ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവിടെ കുറെ ആൾക്കാർ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ജാതിയുടെ പേരിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ്. ഉള്ളിൽ ജാതി